നമസ്കാരം. ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. സൂറത്തുൻ നബഅ, അതായത് ആ മഹത്തായ വാർത്ത. എന്താണ് ഈ പറയുന്ന വാർത്ത? എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? നമുക്ക് ഒരുമിച്ചിതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോക്കൂ, ഈ ഒരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ. അന്നത്തെ മക്കയിലെ ആളുകൾക്കിടയിൽ വലിയൊരു ചർച്ചയും തർക്കവും നടക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്ന ആ വലിയ കാര്യം എന്തായിരുന്നു? അതായിരുന്നു ആ മഹത്തായ വാർത്ത, പുനരുത്ഥാനം. അതായത് മരണത്തിന് ശേഷം എല്ലാവരെയും വീണ്ടും ജീവിപ്പിക്കുമെന്ന ആശയം. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതായിരുന്നു അവരുടെ എല്ലാ സംശയങ്ങൾക്കും തർക്കങ്ങൾക്കും കാരണം. അപ്പോൾ ഈയൊരു വലിയ സംശയത്തെ ഖുർആൻ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് നോക്കാം. വലിയ തത്വശാസ്ത്രങ്ങൾ പറഞ്ഞല്ല, മറിച്ച് നമ്മുടെയെല്ലാം കൺമുന്നിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഖുർആൻ മറുപടി പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശക്തിക്ക് നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയില്ലേ എന്നൊരു മറുചോദ്യമാണ് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം. ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മൾ നിൽക്കുന്ന ഈ ഭൂമിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ഭൂമിയെ നമുക്ക് ജീവിക്കാൻ പാകത്തിന് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്ന തൊട്ടിൽ പോലെ സൗകര്യപ്രദമാക്കി തന്നില്ലേ? അടുത്തത് നോക്കൂ, പർവ്വതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വെറുതെ കുറെ മലകളെന്നല്ല, ഒരു കൂടാരം വലിച്ചുകെട്ടുമ്പോൾ ഉറപ്പിച്ചു നിർത്താൻ അടിക്കുന്ന ആണികൾ പോലെ ഈ ഭൂമിയെ ഇളകാതെ പിടിച്ചു നിർത്തുന്ന ഘടകങ്ങളായിട്ടാണ് പർവ്വതങ്ങളെ ഇവിടെ ഉപമിക്കുന്നത്. ഇനി നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് വരാം. നമ്മളെ ആണും പെണ്ണുമായി ഇണകളായി സൃഷ്ടിച്ചത്, ദിവസം മുഴുവൻ അധ്വാനിക്കുന്ന നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി ഉറക്കം തന്നത്, എല്ലാം മറച്ച് ഒരു ആവരണമായി രാത്രിയെ നിശ്ചയിച്ചത്, പിന്നെ വീണ്ടും ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കാൻ വെളിച്ചമുള്ളൊരു പകൽ തന്നത്, ഇതൊക്കെ എത്ര വലിയ ദൃഷ്ടാന്തങ്ങളാണ് അല്ലേ? ഭൂമിയിലെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മളെ നേരെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്, ആകാശത്തേക്ക്. നമുക്ക് മുകളിൽ എത്ര ബലത്തോടെയാണ് 7 ആകാശങ്ങളെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ഘടനയും ക്രമീകരണമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു ശക്തിയില്ലെന്ന് പറയാൻ കഴിയുമോ? ആ ആകാശത്ത് വെറുതെ വിട്ടിരിക്കുകയല്ല, ഈ ലോകത്തിന് മുഴുവൻ പ്രകാശവും ജീവനും നൽകുന്ന കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായി സൂര്യനെ സ്ഥാപിച്ചതും അതേ ശക്തിയാണ്. ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിലെ തെളിവുകളെല്ലാം നിരത്തിയ ശേഷം സൂറത്ത് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വിഷയത്തിലേക്ക് തിരികെ കൊണ്ടുപോവാണ്. ആ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം, വേർതിരിവിന്റെ ദിവസം. ആ ദിവസത്തിന് ഖുർആൻ ഒരു പേര് പറയുന്നുണ്ട്, യൗമുൽ ഫസ്ൽ, അതായത് വേർതിരിവിന്റെ ദിവസം. അത് കൃത്യമായി നിശ്ചയിച്ചുറപ്പിച്ചൊരു സമയമാണ്, ആർക്കും മാറ്റിവെക്കാൻ പറ്റാത്തൊരു അപ്പോയിന്റ്മെന്റ് പോലെ. അന്ന് നല്ലതും ചീത്തയും വേർതിരിക്കപ്പെടും. ആ ദിവസം നടക്കുന്ന ചില സംഭവങ്ങളൊന്ന് കേട്ടുനോക്കൂ. ശരിക്കും നമ്മളെ പിടിച്ചുകുലുക്കുന്ന വിവരണങ്ങളാണ്. കാഹളത്തിൽ ഊതപ്പെടുന്നു. അതോടെ മനുഷ്യരെല്ലാം കൂട്ടം കൂട്ടമായി വരും. പിന്നെ ആകാശം, അത് തുറന്ന വാതിലുകൾ പോലെയാകും. നമ്മൾ ഇത്രയും കാലം ഉറച്ചു നിൽക്കുന്നു എന്ന് വിചാരിച്ച പർവ്വതങ്ങളുണ്ടല്ലോ, അവയെല്ലാം ചലിപ്പിക്കപ്പെട്ട് ഒരു മരീചിക പോലെ, ഇല്ലാത്ത ഒന്നിനെപ്പോലെ ആയിത്തീരും. അങ്ങനെ ആ വിചാരണയെല്ലാം കഴിയുമ്പോൾ ആളുകൾ 2 വഴിക്കായി തിരിയും. ഓരോരുത്തരും ഈ ലോകത്തുവെച്ച് എന്ത് തെരഞ്ഞെടുത്തോ അതിന്റെ ഫലമായി 2 ശാശ്വതമായ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക്. അതിൽ ആദ്യത്തെ വിഭാഗത്തെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞു തുടങ്ങുന്നത്. അതിക്രമം കാണിച്ചവർക്കുള്ള ഇടം, തീർച്ചയായും നരകം അവരെ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് തിരിച്ചു ചെല്ലാനുള്ള സ്ഥലമാണത്. ഇവിടെ നോക്കൂ, ആ 2 വിധികളും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന്. ഒരു വശത്ത് അതിക്രമകാരികൾ, അവർക്ക് യുഗങ്ങളോളം അവിടെ കഴിയണം. കുടിക്കാൻ തണുത്ത വെള്ളമില്ല, വിശ്രമിക്കാൻ തണലില്ല, ആകെയുള്ളത് തിളച്ച വെള്ളവും ചലവുമാണ്. എന്നാൽ മറുവശത്തോ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർ, അവർക്ക് വിജയത്തിന്റെ സ്വർഗമുണ്ട്. മനോഹരമായ തോട്ടങ്ങൾ, മുന്തിരിവള്ളികൾ, നിറച്ചുവെച്ച പാനപാത്രങ്ങൾ. കണ്ടില്ലേ ഓരോരുത്തർക്കും അവർ ചെയ്തതിനുള്ള കൃത്യമായ അനുയോജ്യമായ പ്രതിഫലം. സ്വർഗത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്നോ? അവിടുത്തെ സമാധാനമാണ്. ഈ ലോകത്ത് നമ്മൾ കേൾക്കുന്ന പോലുള്ള വെറുതെ പറച്ചിലോ കള്ളങ്ങളോ പരദൂഷണമോ ഒന്നും അവിടെ ഉണ്ടാവില്ല. പൂർണ്ണമായ ശാന്തി. അപ്പോൾ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു, അതിൻ്റെ എല്ലാം ഫലമായി വരാനിരിക്കുന്ന 2 ലോകങ്ങളും വിവരിച്ചു. ഇനി സൂറത്ത് അതിൻ്റെ അവസാന ഭാഗത്തേക്ക്, ഏറ്റവും ഗൗരവമേറിയൊരു സന്ദേശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്, തിരഞ്ഞെടുക്കാനുള്ളൊരു ആഹ്വാനമാണ്. പറയുകയാണ്, ഈ പറഞ്ഞ കാര്യം, ആ വിചാരണയുടെ ദിവസം, അതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആർക്കാണോ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളത് അവർക്ക് ഇപ്പോഴേ തങ്ങളുടെ ദൈവത്തിലേക്ക് മടങ്ങിവരാനുള്ള ഒരു വഴി തിരഞ്ഞെടുക്കാം. ആ ചോയ്സ് ഓരോ വ്യക്തിക്കും നൽകിയിരിക്കുന്നു. ഇതൊന്നും ഒരുപാട് കാലം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന ഒരു കെട്ടുകഥയാണെന്ന് കരുതരുത്. അല്ല, ഖുർആൻ പറയുന്നത് ഇത് ആസന്നമായ, വളരെ അടുത്തുള്ള ഒരു ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണെന്നാണ്. വരാനുള്ളതെല്ലാം എപ്പോഴും അടുത്താണല്ലോ, അല്ലേ?
സൂറത്ത് അവസാനിക്കുന്നത് ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന ശക്തമായ ഒരു രംഗം വിവരിച്ചുകൊണ്ടാണ്. ആ ദിവസം വരും, അന്ന് ഓരോ മനുഷ്യനും താൻ ഈ ലോകത്ത് വെച്ച് എന്തൊക്കെയാണ് ചെയ്തു വെച്ചതെന്ന് കൺമുന്നിൽ കാണും. ആ സമയത്ത് ദൈവത്തെ നിഷേധിച്ചവൻ പറയും, അയ്യോ, ഞാൻ വെറുമൊരു മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർത്താൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു പോകും, ആ ദിവസത്തേക്ക് വേണ്ടി നമ്മുടെ കൈകൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്?